ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നായിരുന്നു. ദൂരെയുള്ള നിങ്ങളെ ഒരു കൂട്ടുകാരിക്ക് കത്തെഴുതാൻ. എല്ലാരും എഴുതിയാ? എല്ലാരും എഴുതിയാ? ഞാൻ കണ്ണാടി എടുക്കാൻ മറന്നു. ഏതാണ്ട് ചക്കി എണിച്ച് കത്ത് വായിരി. ചക്കി എണിച്ച് വായിരി. പ്രിയപ്പെട്ട കൂട്ടുകാരി സുറുമിയെ അറിയുന്നതിന് നിനക്ക് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ്. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നല്ല വിശേഷം. അടുത്ത വേനൽ അവധിക്ക് നീ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും എഴുതി കത്ത് ചുരുക്കുന്നു എന്ന് നിന്റെ സ്വന്തം കൂട്ടുകാരി. പേര് ഒപ്പ്. മിടുക്കി. ഇരുന്നോ. അടുത്ത ഡുണ്ടു ആയിരി. പ്രിയപ്പെട്ട കൂട്ടുകാരി സുറുമി അറിയുന്നതിന് നിനക്ക് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നല്ല വിശേഷം. നീ അടുത്ത വേനൽ അവധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും എഴുതി കത്ത് ചുരുക്കുന്നു എന്ന് നിന്റെ സ്വന്തം കൂട്ടുകാരി. പേര് ഒപ്പ്. എന്ന് സ്വന്തം നിന്റെ കൂട്ടുകാരിയാ? ആരെന്നാ നീ നോക്കി എഴുതിയത്? ചക്കി എണീര്. രണ്ടെണ്ണം കൂടെ ആരെയും നോക്കി എഴുതിക്കൊണ്ട് വന്നത്? അപ്പൊ നിനക്ക് പഠിക്കാനുള്ള അവള് പഠിച്ചാ നീട്ടടി കഴിഞ്ഞാട്ട്. കൂട്ടുകാരി എന്ന് മാറ്റി കൂട്ടുകാരനെന്ന് പോലും എഴുതാൻ നിനക്ക് അറിഞ്ഞുവിടായിരുന്നല്ലേ? കൈ കയറി നീട്ടാ. എഴുതാ സാറേ. നാളെ സ്വന്തമായിട്ട് കത്തെഴുതാതെ ക്ലാസ്സിൽ കയറി പോരുത് രണ്ടെണ്ണവും. നീ ഇനി ആരെയൊന്നും നോക്കി എഴുതിക്കൊണ്ട് വരല്ലേ. എനിക്ക് ഇനി അടിക്കാൻ വായിക്കാം. അമ്മ നാളത്തെ ഡുണ്ടുന്റെ വീട്ടിൽ പോയിട്ട് വരാമേ. വണ്ടി എടുത്താ. ഇടിച്ചക്കി. നീ ഇന്നലെ ചാർജിൽ തൂക്കം കാണാൻ പോയാ? നിങ്ങൾ പോയില്ലേടാ? ഞാൻ ഇന്നലെ വാങ്ങിച്ചാണ് അപ്പൂമ്മ അമ്മൂമ്മ. ഇടിച്ചക്കി. ഇത് ഇങ്ങനെയൊന്നുമല്ല ഊതണ. ഇത് പറയാ അപ്പൂമ്മ അമ്മൂമ്മ നാണ്ട്. ഇനി ഞാൻ ഊതട്ട്. അത് കീറി. അയ്യോ എന്റെ അപ്പൂമ്മ പൊട്ടി. നീ ഊതി അതിനെ തുപ്പലേറ്റാണ് അത് പൊട്ടിയത്. അയ്യോ. ഇതിലൊരു വിരളോരെ ഇട്ടാ മതി. അതാകുമ്പോ വെക്കാൻ പൊട്ടയില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാമേ. എടാ ഡുണ്ടു, നീ ട്യൂഷന് പോവാൻ വരണില്ലേ? എടാ മണിക്കുട്ട, ഞാൻ ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ വരൂല. നീ ഒത്തിരി ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞേക്കണേ. എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ വരാത്തതെന്ന്. ഭയങ്കര പനിയടാ. അപ്പൊ നീ ഇന്ന് പഠിക്കാൻ വരണില്ലേ? എന്നാ പിന്നെ ഞാനും പോണില്ല. എങ്കിൽ പിന്നെ നമുക്ക് കൊച്ചങ്ങ കളിക്കാം. ഓ വാ. അനങ്ങിയല്ലേ ഉള്ളൂ. ഇതിന്റെ അത് കൊള്ളൂലടാ. എടി ചക്കി, ഇന്ന് ടീച്ചറിന്റെ വീട്ടില് ടീച്ചറിന്റെ കുഞ്ഞമ്മയൊക്കെ വന്നു. അപ്പ ആ സ്ഥലത്ത് പെണ്ണൊക്കെ വന്നാണ്. ആ പെണ്ണ് ഇന്ന് എന്റെ മുടിയെ പിടിച്ച് വയ്ക്കുക. പെണ്ണിന് മുടി ഞാൻ എന്ന് എടുക്കും. എടാ ആറും ചക്കി പറഞ്ഞു. എന്നെ കണ്ടാലേ അവര് ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും ഞാൻ കളിക്കണം ഇവിടെ ആയിരുന്നു. ഞാൻ അവിടെ പോയി ഒളിച്ചിരിക്കാമേ. ഓ നമ്മള് ചെല്ലുമ്പോഴത്തേക്ക് ആ പെണ്ണിനെ കൊണ്ടങ്ങ് പോയാലേ. എന്താണ് നീ ഇന്ന് ട്യൂഷന് വരണില്ലേ? നിന്റെ തലയിൽ എന്തേര്? എനിക്ക് പനിയായോണ്ട് ഞാൻ ഇന്ന് ട്യൂഷൻ പഠിക്കാൻ വരൂലെന്ന് നിങ്ങളൊത്തി ടീച്ചറിന്റെ അടുത്ത് പറയണേടി. ഇത് പറയാനാണ് ഞാൻ നിങ്ങളെ കാത്ത് ഇവിടെ നിന്നത്. അയ്യോ ഡുണ്ടുവിന് നല്ല പനിയുണ്ട് കേട്ടാ. ഭാഗ്യം തന്നെ നിനക്ക് ട്യൂഷന് വരണ്ടല്ലോ. മണിക്കുട്ടൻ പോയായിരുന്നാ? എന്തോടി, ഞാൻ ഇന്ന് അവനെ കണ്ടില്ല. അവൻ നേരത്തെ പഠിക്കാൻ പോയി കാണും. നിങ്ങൾ വേഗം പൊക്കോ ചക്കി. മറന്നു പോകാതെ പറയണേ എനിക്ക് പനിയാണെന്ന്. പറയാം. പോയാടാ, അവര് പോയാ. എന്റെ കളിയായിരുന്നേ. ഞാനാണെങ്കിൽ ബാക്കി കളിക്കാനുള്ള. ഇന്ന് മുതൽ ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇംഗ്ലീഷാ? വലുതാവുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോഴേ അത് ശീലിക്കണം. അത് തന്നെയല്ലേടി ചക്കി നല്ലത്. അപ്പൊ എല്ലാരും പറയും നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. നമുക്കിനി റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോ ഇംഗ്ലീഷ് സംസാരിച്ചോണ്ട് പോവാമേ. അതിന് ചക്കിക്ക് ഇംഗ്ലീഷ് എന്ന് എഴുതാൻ പോലും അറിഞ്ഞൂടാ. പറയാനായിട്ടൊന്നും നിനക്ക് എല്ലാം അറിയാനും നിനക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് പറയാൻ അറിയാമോ? ഈ സാറിന് എന്തിന്റെ ഉഴപ്പാണോ എന്തോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞൂടെ? 50-ൽ 45 മാർക്ക് കിട്ടിയതിനായിരിക്കും നിനക്ക് ഇത്രയും പുതുമച്ചി. ഇനി ഈ ക്ലാസ്സിൽ ആരെങ്കിലും മലയാളത്തിൽ സംസാരിച്ചാൽ 5 രൂപ ഫൈൻ കൊണ്ടുവരണം.
സാറേ ഫൈൻ ഞാൻ പിരിക്കാമേ. എന്നാ പിന്നെ ഞാൻ രാമു ഈറ്റിംഗ് ബനാന. ചക്കി എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടണ്. ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും? എനിക്ക് അറിഞ്ഞൂടാ. സാറേ ഈറ്റിംഗ്. വാട്ടുണ്ടു സാറേ ഒന്നിനു വേണം. സേ ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ 5 രൂപ ഫൈൻ ഉണ്ട്. സാറ് വൈ ഡുണ്ടു സേ ഇൻ ഇംഗ്ലീഷ്. സാറേ അവന് അത്യാവശ്യമാണ്. പാറു ചക്കിക്ക് 5 രൂപ ഫൈൻ. സാറേ അവന് അത്യാവശ്യമില്ല. ആ ചക്കിക്ക് വീണ്ടും 5 രൂപ ഫൈൻ. അയ്യോ സാറേ ഞാൻ ഇപ്പൊ ചാവും. ഞാറ്റ് പൊക്കോട്ടാ. ആ എന്നാ ഡുണ്ടു ഓടി ബാത്റൂമിൽ പോ, ബാക്കി ഇംഗ്ലീഷ് വന്നിട്ട് പറയാം. യെസ് സർ. ചക്കി നാളെ തന്നെ 10 രൂപ ഫൈൻ കൊണ്ടുവരണേ. സാറേ പാറു മലയാളത്തിൽ സംസാരിച്ചു. നോ സാർ. എടി ചക്കി വേഗം പൈസ ഇട്. ബെല്ലടിച്ചാ പിന്നെ നമ്മൾ അവസാനമായി ഇപ്പൊ ഇന്നലെ കിട്ടൂലേ? ഓ ഇപ്പൊ എടുത്ത് തരാടാ പൈസ. എവിടെ? കിട്ടിയാ? എത്ര ഉണ്ട് നിന്റെ കയ്യില്? എന്റെ കയ്യിൽ 1 രൂപ ഉണ്ട്. എന്റെ 50 പൈസ ഉണ്ട്. അപ്പൊ എന്റെ 50 നിന്റെ 50. എന്റെ കയ്യിൽ 1 രൂപ ഉണ്ട്. ബാക്കി 50 പൈസ എനിക്കാണ്. അപ്പൊ നീ 50 പൈസ നീ വെച്ചോ. ഇപ്പൊ കണക്ക് ശരിയായി. ഇപ്പൊ നിന്റെ 50, ഇവൾ 50, എന്റെ 50, പിന്നെ ബാക്കി അവൾ 50. ആ അപ്പൊ എനിക്ക് നാളെ വാങ്ങാനും പൈസ ഉണ്ട്. ആ ടിങ് 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 ടിങ്. മാറണാങ്ങാട്ട് തള്ളല്ലേ നമ്മളല്ലേ ഏൽപ്പിക്കണേ. മാമി 3 ഐസ് 3 ഐസ്. ഇന്നലത്തെ മഞ്ഞായിരുന്നല്ലേ? ഇതും കൊള്ളാം, ഇത് നല്ലത്. എനിക്ക് നാളെ മേടിക്കാനും പൈസ ഉണ്ടല്ലോ. നമുക്ക് നാളെ പൈസ കൊണ്ടുവരാം. ഇടനായിട്ട് മാറിപ്പോടാ. നിന്നെ കളിക്കാൻ വേണ്ട കാണിച്ചു തരാടാ. ചക്കി ഒരു പിന്നുണ്ടാക്കി താടി. അവന്റെ ഉടുപ്പിന്റെ 2 ബട്ടൺസ് പൊട്ടിച്ചു. അയ്യോ 2 ബട്ടൺസ് പൊട്ടുകയും ചെയ്തോണ്ട് ഇവിടെ ഒത്തിപ്പോലെ കീറുകയും ചെയ്തു. എന്നാ പിന്നെ നീ ബട്ടൺസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? നിക്കറിന്റെ പോക്കറ്റിൽ കിടക്കുന്നു. വീട്ടിൽ ചെന്നിട്ട് സൂചി നൂലും ഉണ്ടെങ്കിൽ അത് വെച്ച് കുത്തിത്തച്ച് വെച്ചാ മതി. അല്ലെങ്കിൽ നീ നാളെ എന്തിരിട്ടോണ്ട് വരും? പിള്ളേരെ നിങ്ങൾ അറിഞ്ഞ 14-ാം തീയതി വലിയ പരീക്ഷയാണ്. 13-ാം തീയതി നമുക്ക് ഈസിയാ നടത്താന്ന് ദാസപ്പ സാറ് സരസ്വതി ടീച്ചറോട് HM-ന്റെ അടുത്ത് പറയണ ഞാൻ കേട്ട്. അപ്പൊ 13-ാം തീയതിയാണ് ഈസി. അപ്പൊ അന്ന് കളറായിരിക്കും. ഞാൻ എന്റെ കുരുത്തോളം പൗഡർ ഇങ്ങോട്ടിരിക്കേ. എന്തിനായാലും ഈസി ആയിരുന്നു. നമ്മളെ ക്ലാസ് അടിക്കണേ ഏറ്റവും നല്ലത്. നമുക്ക് കുറെ കളർ പേപ്പർ ഒക്കെ അടിക്കണമേ. അത്രയും കളർ പേപ്പർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പൈസ പിരിക്കണം. ഒരാളേന്ന് 5 രൂപയെങ്കിലും വേണം. 5 രൂപ വെച്ചാണ് പിരിക്കണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും പൈസ ഏകായി. അപ്പൊ നമുക്ക് ദാസപ്പ സാറിന്റെ അടുത്ത് പറയാം നാരങ്ങയുള്ള മുട്ടായി ലഡുവും കൂടി വേണോന്ന്. ആ ശരി തന്നെ. അപ്പൊ നമുക്ക് ലഡു മേടിക്കാനും പൈസ തയ്യാവല്ലേ? എല്ലാരും ഇങ്ങോട്ട് നോക്കിയാണ് 13-ാം തീയതിയാണ് നമ്മളെ ക്ലാസ്സിൽ ഈസി നടത്തണത്. ഈസിയായ പൈസ ഞാനാണ് പിരിക്കണത്. അതുകൊണ്ട് എല്ലാരും നാളെ വരുമ്പോ 5 രൂപ വെച്ച് എന്റെ കൊണ്ട് തരണേ. ഞാനാണ് ദാസപ്പ സാറിന്റെ കയ്യിൽ കൊടുക്കണത്. നിങ്ങൾക്ക് വല്ല പറയാനുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒന്ന് പറയണേ. രണ്ടു നമുക്ക് കളർ പേപ്പർ മേടിക്കണം, ബലൂൺ മേടിക്കണം, പഞ്ചാര മേടിക്കണം, നാരങ്ങ മേടിക്കണം. പിന്നെ അത് കലക്കാൻ നമുക്ക് കഞ്ഞി പരിയുന്ന പാത്രം എടുക്കണം. പിന്നെ ലഡു മുട്ടായി ദാസപ്പ സാറിന്റെ അടുത്ത് മേടിച്ചോണ്ട് വരാൻ പറയാം. ശരി തന്നെ. ലഡു മുട്ടായും ദാസപ്പ സാറ് മേടിക്കും. ഡേയ് നാളെ തന്നെ എല്ലാരും പൈസ കൊണ്ടുവരണേ. ചില്ലറയൊന്നും കൊണ്ടുവരുന്നത് എനിക്ക് എണ്ണ അറിഞ്ഞൂടാ. 5ന്റെ തുട്ട് കൊണ്ടുവരണം. അതേ എല്ലാരും നമ്മക്ക് ഇന്ന് മൊത്തം മാങ്ങ പറിക്കണമേ. അതില് 2 മാങ്ങ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് പറിച്ചിടും. അതിന് നിനക്ക് ഒന്നൊന്നും ഇല്ലല്ലേ? ഇതുവരെയായിട്ട് നീ 1 മാങ്ങയെങ്കിലും എറിഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇന്ന് അത് 2 ഞാൻ എറിഞ്ഞിടും. നോക്കാം പോ. ആ നോണ്ട് കണ്ട ആ 2 കമ്പിന്റെ ഇടയ്ക്ക് നോക്കിയാണ്. ഒരു കൊല്ലിൽ 2 മാങ്ങ തൂങ്ങി കിടക്കണ. അതാ ആ മാങ്ങിന് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ എറിഞ്ഞിടും. നോക്കൂ കണ്ടി നോക്കോ ഡുണ്ടു. നീ കൊണ്ടു അറിയടാ. ഞാൻ കണ്ടു. അയ്യോ അത് അയ്യേ ചേർന്ന് പോയി. അയ്യോ അല്ല ഞെട്ടിയെ കൊണ്ടുപോയി. ഇന്ന് ബെല്ലടിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ 1 മാങ്ങയെങ്കിലും എറിഞ്ഞിടോ. നീ നോക്കോ ചക്കി ഞാൻ ഇപ്പൊ എറിഞ്ഞിടും. അയ്യോ എന്നെ ഞെട്ടി കൊണ്ടുപോയി. നോക്കട്ടെടി. നിനക്ക് തരാം. ചക്കി എന്നാണ്ടി എനിക്ക് കൂടെ തന്നാണ് ഞാനോട്.
ദുണ്ടു മണിക്കുട്ടാ, ഈ മാങ്ങ പ്രസവിച്ച മാങ്ങാണ്ടി ആണാ പെണ്ണാ? ഇങ്ങോട്ട് പോയ പെണ്ണ്, ഇങ്ങോട്ട് പോയ ആണ്. ഇങ്ങോട്ട് പോയ പെണ്ണ്, അങ്ങോട്ട് പോയ ആണ്. ആണ് തട്ടിയാണ് ചോദിച്ചത്. നമുക്ക് ബെല്ലടിക്കുമ്പോ അവനെ പോയി കണ്ടുപിടിക്കാം. ബെല്ലടിക്കുമ്പോ തന്നെ പോണം, അല്ലെങ്കിൽ അവൻ മൂത്രമൊഴിക്കാൻ പോവും. ബെല്ലടിക്കണില്ല, ബെല്ലടിച്ചിരുന്നെങ്കിൽ സാറങ്ങാണെങ്കിൽ പോയെന്നെ ഇരുന്ന്. ടിങ്. അയ്യോ പോയടാ. അപ്പൊ ഇനി മൂത്രപ്പരയിൽ നോക്കിയതി. അവ ഇവിടെ ഇല്ലല്ലോടാ. നീ എവിടെ നില്ല്, നമ്മള് മൂത്രപ്പരയിൽ അകത്ത് പോയി നോക്കിട്ടേ. ചക്കി അവ ഇവിടെയൊന്നും ഇല്ലല്ലോ. ഇനി അവൻ മൂത്രം ഒഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ പോയി കാണൂ. എങ്കിൽ പിന്നെ വാ, നമുക്ക് പൈപ്പിന്റെ ഊട്ടി പോയി നോക്കാം. പാടി മാറൂ, പൈപ്പിന്റെ ഊട്ടി പോവാം. അവൻ പൈപ്പിന്റെ ഊട്ടി ഇല്ലല്ലോ. കരയിലേടി ചക്കി, ഇനി എവിടെയെങ്കിലും നിക്കണം എന്തോ കളിക്കായി. നീ കരയിലേടി. ലവ് വരച്ച ആളെ ഞാൻ കണ്ടുപിടിച്ചു. അങ്ങോട്ടൊക്കെയാണ്. അല്ല, ടീച്ചറിന്റെ അപ്പുറത്ത് നോക്കിയാണ്. ദാസപ്പ സാറാ? ദാസപ്പ സാറാ? കരച്ചില് മതിയാക്ക. ഞാൻ ഇനി പറഞ്ഞുതരാം. വെള്ളിയാഴ്ച നമ്മളെല്ലാരും ഡ്രില്ലിന് പോയത് ഓർമ്മയുണ്ട? അപ്പൊ ദാസപ്പ സാർ നമ്മളെ ക്ലാസ്സിൽ വന്നില്ലായിരുന്ന? എന്നിട്ട് നമ്മള് ഡ്രില്ല് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സരസമ്മ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോയാൽ നിങ്ങൾ കണ്ടില്ലായിരുന്ന? അപ്പൊ ദാസപ്പ സാർ ചക്കീന്റെ സ്ഥലത്തല്ലേ ഇരുന്നത്. തന്നെ തന്നെ അവിടെ ഇരുന്നോണ്ട് സാർ എന്തിനാ ചെയ്യില്ലായിരുന്ന? എഴുതിയിരുന്നു സാർ എന്നെ ലവ് വരച്ചത്. പറഞ്ഞു മണിക്കുട്ട, നീ പോയി 5ാം ക്ലാസ്സിൽ പറയണം കേട്ടോ. നീ പോയി 7ാം ക്ലാസ്സിൽ പറയും. 7 ബിയിൽ പറയണം കേട്ടോ. എല്ലാരും പറയണം. നീ പോ 1ാം ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സിലും ഓടി നടന്ന് പറയാം. 3ാം ക്ലാസ്സിൽ ഞാൻ പറയാമേ. പിള്ളേര്, നിങ്ങൾ ഇവിടെ കൊന്തിച്ചൊക്കെ കളിച്ചോണ്ടിരിക്കണ. നിങ്ങൾ വല്ലതും അറിഞ്ഞ ദാസപ്പ സാറേ സരസമ്മ ടീച്ചറിന്റെ ഒരു ലവ് വരച്ച് വെച്ചേക്കണ അവിടെ. നിങ്ങൾ എല്ലായിടത്തും പോയി പറയണേ. ഞാനും പോയി എല്ലായിടത്തും പോയി പറയിട്ട്. നിങ്ങളൊരു കാര്യം അറിഞ്ഞ ദാസപ്പ സാറേ സരസമ്മ ടീച്ചറിനെ ലവ് വരച്ചേക്കണേ. നിങ്ങൾ പോയി എല്ലായിടത്തും പറയണേ. അറിഞ്ഞ ദാസപ്പ സാറെ സരസമ്മ ടീച്ചറിന്റെ ലവ് വരച്ച് വെച്ചേക്കണ്. ഇനി വാടാ, ദാസപ്പ സാറേ സരസമ്മ ടീച്ചറിന്റെ ലവ് വരച്ച് വെച്ചേക്കണെന്ന്. താണ്ടെ എടി, ദാസപ്പ സാറ് സരസമ്മ ടീച്ചറിന്റെ ലവ് വരച്ച് വെച്ചേക്കണെന്ന്. 2, 3, 4. ഞാൻ വെള്ളം കുടിക്കാൻ പോയപ്പോ ഒരു കാര്യം അറിഞ്ഞു. ഈ പറഞ്ഞ 16-ാം തീയതിയാണ് നമ്മുടെ സ്കൂളിൽ യുവജനോത്സവം. ദാസപ്പ സാറ് HM കൂടി ഇപ്പൊ തീരുമാനിച്ചതേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഇത്തവണ മിമിക്രിക്ക് ഞാൻ തന്നെ ഫസ്റ്റ് മേടിക്കും. അതിന് ദാസപ്പ സാറ് പറഞ്ഞല്ലേ നീ മിമിക്രിക്ക് ചേർന്ന നിന്റെ ചന്തി അടിച്ച് പൊട്ടിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷമായില്ലേ, അപ്പൊ സാറ് മറന്നു കാണും. നീ മിമിക്രിക്ക് പേര് കൊടുക്കും, അപ്പൊ ഞാൻ പ്രച്ഛന്ന വേഷത്തിന് പേര് കൊടുക്കും. എന്റെ ഒരു പുതിയ സാധനം ഉണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാമേ. എന്റെ ചേട്ടൻ പ്രൈസ് മേടിച്ചാണ് ഇതിന്. കുഷ്ഠരോഗിയാണേ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക്. മതി ഇനി ബാക്കി ഞാൻ സ്റ്റേജിൽ കാണിക്കുന്നു. നീ മിമിക്രിക്കും പേരെടുത്ത്, നീ ഇപ്പൊ കാണിച്ച സാധനത്തിനും പേരെടുത്ത്, ഞാൻ സംഘഗാനത്തിന് പേരെടുക്കാമേ. അതിന് സംഘഗാനത്തിന് നിന്റോടെ ആരൊക്കെ പാടാറുണ്ട്? നമുക്കൊന്നും വയ്യ പാട്ട് പാടാൻ. സംഘഗാനം നിങ്ങൾ ആരും എന്റോടെ പാടണ്ട. നിങ്ങൾ ആരും എന്നെ ചേർക്കേ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് പാടി പ്രൈസ് വാങ്ങിച്ചോളാം. അയ്യോ എടി, സംഘഗാനം എന്ന് പറയുമ്പോ ഒറ്റയ്ക്ക് പാടണല്ല, അത് സംഘമായിട്ടിരുന്ന് പാടണതാണ്. നിനക്ക് ഒറ്റയ്ക്ക് പാടണമെങ്കിൽ നീ പദ്യപാരായണത്തിൽ പേരോട്. പദ്യപാരായണം പഠിക്കാവുന്നില്ല, അതെനിക്കറിഞ്ഞൂടാ. എങ്കിലേ ഞാൻ ലളിതഗാനത്തിന് പേര് കൊടുക്കട്ടെ. അതാകുമ്പോ ദൂരദർശനിൽ എപ്പോഴും കേൾക്കണേന്. എനിക്ക് കാണാൻ പാടായിട്ട് അറിയാതെ. എന്നാ നീ പാടിയാണ് നോക്കട്ടെ, പ്രൈസ് കിട്ടോ ഇല്ലെന്ന് അറിയാലോ. ഞാൻ പാടുന്ന പാട്ട് നിങ്ങൾ ആരോടെയും പറയല്ലേ. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി, ശരത്കാല മേഘങ്ങൾ കളഹംസപ്പിടയായി, ശശിമുഖി നിനക്കെന്റെ സന്ദേശം വരവായി. കൊള്ളാമോ? ചക്കി, നിനക്കൊല്ല പാട്ട് പഠിക്കാനെ പൊക്കൂടിയടി. നല്ല പാട്ട്, നല്ലോണം പാട് നീ. അപ്പൊ ഇത്തവണ നമ്മളെ ക്ലാസ്സിലല്ലേ എല്ലാ ട്രോഫിയും കിട്ടും. സാർ വരുമ്പോ നമുക്ക് എല്ലാത്തിനും പേരെടുക്കാമേ. പാറുകൊണ്ടടുത്തോടെ പറയാം. 43 ഗുണം 7. ഇതിന്റെ ഉത്തരം പാറ ഒന്ന് ബോർഡ് ചെയ്. സാറേ, ഒരു 7, 7, 14, 3, 21, 21 1, ശിഷ്ടം 2. എടടുണ്ട് അറിയാൻ പോണ. എനിക്കൊന്നും അറിഞ്ഞൂടാ, നമുക്ക് പക്ഷെ അറിയാന്നുള്ള ആണക്കിരിക്കാം. അപ്പൊ സാർ നമ്മളെ വിളിക്കൂല. ശിഷ്ട 2. 4, 3, 21, 4, 28, 28, 2, 29, 30. സാറേ ഉത്തരം കിട്ടി. സാറേ ജോക്സ്. 36 ഗുണം
8 36 ഗുണം ഈ കണക്ക് ചക്കി എണീറ്റ് ഒന്ന് ചെയ്. ചക്കി. ചക്കി അവിടെ എന്തരാണ് എഴുതി വെച്ചേക്കണത്? ശിഷ്ട 7. ഇഷ്ട 7. അപ്പൊ 6 എത്രയാണ്? 6 72. ഇടിപ്പോ 6 എത്ര ഇടി? 6 72. ഒരു വക നീ പഠിക്കൂല. നീ അവിടെ നില്ല്. ചക്കി 6 56 6 5 6 എത്രയാടാ? 6 56. 6 56. ഒരുത്തിക്ക് അവിടെ 72. നിനക്ക് 56. പാറു 6 എത്രയാണ്? അയ്യോ സാറ് 5 40 6 48 6 48. 48 48. 8 ഇഷ്ടം 4.